അതൊക്കെ അവിടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിജിലൻസിന് കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, അവിടെ എത്ര വീട് വെച്ചിട്ടുണ്ട്, ആ വീടിലെ അഡ്രസ്സ്, അവരുടെ അഡ്രസ്സ്, എത്ര വീട് വെച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അവിടെ ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഈ കടക്കാർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2018 ഒന്നും കൊടുത്തില്ല. ഞാൻ 1600 കടകൾക്കാണ് അവിടെ നഷ്ടപരിഹാരം കൊടുത്തത്. കാലിത്തീറ്റ വരെ കൊടുത്തു, 50 ടൺ കാലിത്തീറ്റ വരെ കൊടുത്തു. അത് ഓരോ സ്പോൺസർഷിപ്പാണ്. ഈ പുനർജനിക്ക് ഇവിടെ മോഡൽ എന്ന് പറയുന്നത്, ഞാനതുകൊണ്ടാണ് അന്ന് ധൈര്യമായിട്ട് അസംബ്ലി പറഞ്ഞത് ഇത് നല്ല മോഡലാണെന്ന്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഒരു അക്കൗണ്ടും ഇല്ല. ഉദാഹരണത്തിന് വീട് വയ്ക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ ബെനഫിഷ്യറിയെ പറഞ്ഞു കൊടുക്കും, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിൻ്റെ പാനലുണ്ട്, അവർക്ക് ആദ്യം 2 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ അവർ പണിയും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത 2 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ ബാക്കി പൈസ കൊടുക്കും. അങ്ങനെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ തയ്യൽ മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ധാരണയിലാക്കി. അവർ പറഞ്ഞു ഇത് ഫ്ലഡിൻ്റെ റിലീഫാണ്, 100 തയ്യൽ മെഷീൻ ഞങ്ങൾക്ക് പൈസ തന്നാൽ ഞങ്ങൾ 110 എണ്ണം കൊടുക്കാമെന്ന്. അപ്പോൾ പല സ്ഥാപനങ്ങളും വന്ന്, റോട്ടറി ക്ലബ്ബുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വന്ന് 100 എണ്ണത്തിൻ്റെ പൈസ അവിടെ അടയ്ക്കും കമ്പനിയിൽ. ഞങ്ങൾ ബെനഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് കാണിക്കും. എന്നിട്ട് ഈ ഡോണറിൻ്റെ സാന്നിധ്യത്തിൽ ഈ 110 പേർക്ക് ഞങ്ങളിത് കൊടുക്കും. അങ്ങനെയാണ് 1200 പേർക്ക് തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം, ഇത് ഒരു മോഡലായിട്ടാണ് ചെയ്തത്. മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുകയും ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA ചെയ്ത പ്രോജക്റ്റ്. എനിക്ക് അതിനകത്ത് അഭിമാനമുണ്ട്. അല്ലല്ല, നമ്മളിപ്പോൾ 1 കേരള മിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചെയ്താണ്. ബജറ്റിൽ വെറുതെ ഒരു ഇതല്ല. അതിൽ ഈ രംഗത്ത്, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇഷ്ടം പോലെ, ധാരാളം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഓരോ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അവരെല്ലാം കൂടി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോർപ്പസ് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യും. അതിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു ഡോണർ 1000 രൂപ തന്നാൽ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവെടുക്കാതെ ഈ 1000 രൂപയും ബെനഫിഷ്യറിയുടെ കയ്യിലെത്തിക്കും. അതായിരുന്നു പുനർജനി മോഡലും എത്തിക്കും. 1 രൂപ പോലും പോവില്ല. ചിലവ് നമ്മൾ വേറെ വഹിക്കും, ഗവൺമെൻറ് വഹിക്കും ചിലവ്. അവിടെ MLA വേറെ സംവിധാനം ഉണ്ടാക്കി ആ ചിലവ് വഹിക്കും. പിന്നെ ഈ ബെനഫിഷ്യറി ആരാണെന്ന് ഡോണറിന് അറിയാൻ പറ്റിയെന്ന സംവിധാനം, ഇയാൾ അർഹതപ്പെട്ട ആളാണെന്ന്. ഇപ്പം ഞാനെനിക്ക് 200 തയ്യൽ മെഷീൻ റോട്ടറി ക്ലബ്ബുകളിലൂടെയൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, റോട്ടറി ക്ലബിനെ അവരുടെ സ്ത്രീകളുടെ സംഘടനയുണ്ട് ഇന്നർവീൽ, അവരോട് വന്ന് ഈ 200 വീടുകളും വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ 200 വീടുകളിൽ അവിടുത്തെ സ്ത്രീകൾ വന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവർ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടെയാണ് അവരോട് പറഞ്ഞു 300 എണ്ണം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ 300 എണ്ണം കൂടി തന്നു. ഇതോരോ മോഡലാണ്. ഇപ്പോൾ 2 കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒന്ന്, ഒരു ഡോണറും തരുന്ന പൈസയുടെ 1 രൂപ കുറയരുത്. 2, ബെനഫിഷ്യറിയെ സെലക്ട് ചെയ്യും. ഞാൻ എങ്ങനെ ബെനഫിഷ്യറിയെ സെലക്ട് ചെയ്ത്, ഒരു മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്, കോളേജ് കളമശ്ശേരിയിൽ, XIME സേവിയേഴ്സിൻ്റെയാണ്. അവിടുത്തെ 200ഓളം സ്റ്റുഡൻസ്, MPA സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും വന്ന് സർവേ നടത്തിയിട്ടാണ്, ആ സർവേയുടെ റിസൾട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ കടകൾക്ക് വിതരണം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, എത്ര വീട് വെച്ചെന്ന് വരെ പറയും. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിൻ്റ് ചെയ്ത് എല്ലാ വീടുകളിലും എത്തിക്കുകയും ചെയ്തതാണ്. എല്ലാ വീടുകളിലും അന്ന് വച്ച വീടുകളുടെ എണ്ണം, കൊടുത്ത തയ്യൽ മെഷീനുകളുടെ എണ്ണം, കാർഷിക കടാശ്വാസം കൊടുത്തത്, ഈ കടകൾ നഷ്ടപ്പെട്ടവർക്ക് പൈസ കൊടുത്തത്, പശുവിന് തീറ്റ വരെ ഉണ്ടായിരുന്നില്ല. 50 ടൺ കാലിത്തീറ്റയാണ് മിൽമ ബൂത്തുകൾ വഴി, മിൽമ വഴി അന്ന് വിതരണം ചെയ്തു. ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല സംസ്ഥാനത്ത്. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് നഷ്ടപ്പെട്ടവർക്ക് ഉള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ്, അതുപോലെ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഫോണ്, ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താണ്. എന്നിട്ട് എപ്പോഴും വന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുക, എന്താണ്